ഹാപ്പി ബേബി ഫിഷിംഗ് ഗായ്സ്. ഇന്ന് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു ഫിഷിംഗ് ആണ് ഗായ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് എന്തായാലും നമ്മളൊരു കൊമ്പനെ പൊക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഇന്ന് നമ്മുടെ കൂടെ 2 എക്സ്പേർട്ട് ആയിട്ടുള്ള ചേട്ടന്മാരുണ്ട്. ഇതാണ് നമ്മൾ വന്നിട്ടുള്ള പുതിയ സ്പോട്ട് ഇട്ട് ഗൈസ്. നമ്മൾ ഈ സ്പൈഡർ ഹുക്ക് മേടിച്ചിട്ട് ഒരു 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ യൂസ് ചെയ്യാനുള്ള ടൈം നമ്മൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ചാലക്കുടി പുഴയിലാണ് കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ പിടിച്ചിരിക്കും ഗൈസ്, അത് ഉറപ്പാണ്. കാരണം ദേ ഇവിടെ എക്സ്പേർട്ട് ആയിട്ടുള്ള 2 ചേട്ടന്മാരുണ്ട്. ഇപ്പം ഗൈസ് അശ്വൻ ചേട്ടൻ ദേ എറിയാൻ പോകുന്നുണ്ട് കേട്ടോ. ഓഹോ, അത്യാവശ്യം നല്ല ദൂരം എറിഞ്ഞിട്ടുണ്ട്. പുഴേൻ്റെ നടുക്ക് എറിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടില്ല, ഇത് കണ്ടോ. ഞാൻ കുറേ നേരം ഇതും പിടിച്ചിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഗൈസ് ഇതാണ് നമ്മുടെ തീറ്റാട്ടോ. നമ്മൾ കഷൻ ചേട്ടൻ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. കാരണം ആദ്യം ആയതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. കാരണം തീറ്റയിലില്ലേ കുറച്ചധികം നമ്മൾ തിന്നണ സാധനങ്ങളും കൂടി ഇവർ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് പറയില്ല ഞാൻ, കാരണം നമ്മുടെ മീൻ ഇട്ടിട്ടേ പറയുള്ളൂ, അല്ലേ ചേട്ടാ? ഗൈസ് കണ്ടോ, തിരുപ്പതിൻ്റെ ലഡ്ഡു പോലെ ഉണ്ട് കേട്ടോ. നല്ല മണമുണ്ട്. പക്ഷെ നമ്മൾ ഇതിപ്പോൾ ഇട്ട് വെക്കാൻ വേണ്ടി പോവാണ്. ഗൈസ് ഇതിൻ്റെ പരുവൊക്കെ അടിപൊളിയായിട്ടുണ്ട്. തൊടുമ്പോൾ നല്ല സോഫ്റ്റ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ സെറ്റ് ചെയ്യുന്നത്. പല നാട്ടിലും പല രീതിയാണ്, പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ദേ ഇവിടെ അശ്വിൻ ചേട്ടൻ്റെ ഇത് ഇട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്തത് ഇടണം. വേറെ ചേട്ടൻ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കും മീൻ കിട്ടും. നമ്മൾ തീറ്റ ഇടാൻ വേണ്ടി പോവാണ്. എൻ്റെ റോഡ് വളഞ്ഞ് നിൽക്കണ കണ്ടോ. ഇതിപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ മീൻ അടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഇതിപ്പോൾ റോഡ് പൊട്ടുമെന്ന് എനിക്ക് ഇവിടെ 2 ആകാംക്ഷയോട് നോക്കി നിൽക്കണ്. ഇത് റോഡ് പൊട്ടുമോ അത് തീറ്റ പോയി വീഴോ എന്നൊക്കെ നോക്കിയിട്ട്. നമുക്ക് എന്തായാലും നോക്കാം. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇല്ല, സ്റ്റിക്കിന് ഞാനൊന്നും ചെയ്യില്ല. ഇടട്ടെ? എത്ര ദൂരം ഇടണം? ഗൈസ് നമ്മളിവിടെ എറിഞ്ഞിട്ടിട്ടുണ്ട്. ഇവിടെ അശ്വിൻ ചേട്ടൻ ഇട്ടിട്ടുണ്ട്. നമ്മൾക്ക് ആർക്ക് ഫസ്റ്റ് മീൻ കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ഇതിലധികം പണിയില്ല കേട്ടോ. നമ്മൾ കാർപ്പ് ഫിഷിങ് ചെയ്യുമ്പോൾ കുറച്ച് വെയിൽ കൊള്ളണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് ഈ തീറ്റ ഇങ്ങനെ എറിഞ്ഞിട്ടിട്ട് പോയി റെസ്റ്റൊക്കെ ചെയ്യാം കേട്ടോ. അത് നല്ലൊരു ഐഡിയ ആണ്. പക്ഷേ ഇപ്പോൾ സമയം ഒരു 1:30 ആയിട്ടുണ്ട്. മേലെ കൂടെ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. എന്താ ഗൈസ് അടുത്തുകൂടെ ഫ്ലൈറ്റ് പോണ കാണിച്ചു തരാട്ടാ. അതാ കണ്ട എവിടെ? അയ്യോ ഫോണിൽ ഗൈസ് കണ്ട അടുത്തുകൂടെ ഫ്ലൈറ്റ് പോണ്. കാരണം എന്താ അറിയോ, ഇവിടെ അടുത്താണ് കേട്ടോ നെടുമ്പാശ്ശേരി എയർപോർട്ട്. ഇവിടെ അടുത്തല്ലേ? കുറച്ചുണ്ടോ ഗൈസ്? കുറച്ചുണ്ടെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ അടുത്ത് കൂടെയാണ് ഗൈസ് പോകുന്നേ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്? എവിടെ കാണാനില്ല, മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടോ. നമ്മൾ അടുത്തതിൽ ചെയ്യാൻ പോണതില്ലേ ഇത് ഇങ്ങനത്തെ സംഭവമാണ് കേട്ടോ. ഇതെന്താണെന്ന് അറിയണവർ കമൻറ്റ് ചെയ്യുക. ഇതിനും 8 എണ്ണം ഉണ്ട് കേട്ടോ. 8 ഹുക്കൊക്കെ ഉണ്ട്. ഇതിലെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് വെച്ചല്ലേ, ഓരോ ബോളൊക്കെ എടുത്തിട്ടില്ലേ ഇതിലിങ്ങനെ അല്ലേ, എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യും. നമ്മൾക്ക് ഇതിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ലപോലെ ഇങ്ങനെ കവർ ചെയ്യണം, നന്നായിട്ട് പ്രസ് ചെയ്യണം ഗൈസ്. ചൂടൊരു രക്ഷയില്ല. ഞാൻ കുറച്ച് എണീച്ച് നിൽക്കട്ടെ. അയ്യോ ഗൈസ്, റെക്കോർഡ് ചെയ്യാൻ മറന്നു. ചേട്ടാ എന്തുട്ടാ സംഭവിച്ചേ? ചേട്ടൻ തന്നെ പറയാം എന്തുട്ടാ സംഭവിച്ചേ? ഗൈസ് ഹുക്ക് എവിടെ വീണ്? തീ ചവട്ട പോയി വീണ്. പക്ഷെ നല്ല വലിയ ഉണ്ട പോലെ പോയത്. മഴ വരുന്ന നോക്ക് കണ്ടോ, നല്ല രീതിക്ക് മഴ വരുന്നുണ്ട്. പക്ഷെ പെയ്യൊന്നുമില്ല. കാരണം ഇവിടെ തന്നെ സൂര്യൻ നിൽക്കുന്നുണ്ട്. ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭയങ്കര വെയിൽ ഗൈസ്. പക്ഷെ മഴ ഇങ്ങനെ വരുന്നുണ്ട്. മഴ വേണ്ട, വെയിലും വേണ്ട. കാരണം നമ്മൾക്ക് നല്ല രീതിക്ക് മീൻ പിടിക്കണം കേട്ടോ. അതാരെങ്ങുണ്ടോ? കാറ്റാണോ ഗൈസ്? നമ്മൾ വെയിറ്റിങ്ങിലാണ്. ദേ അവിടെ ചേട്ടൻ ചേട്ടാ എന്ത് മീനാ പിടിക്കുന്നേ? ചേട്ടൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക. ചേട്ടൻ മീൻ പിടിച്ചിട്ട് കാണിച്ചു തരാനാണ് ഗൈസ്. കണ്ടോ ഗൈസ്, അവിടെ നല്ല രീതിക്ക് ഫിഷിന്റെ ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. ഒമ്പോ അശ്വിൻ ചേട്ടൻ ഇപ്പോൾ തീറ്റ 2ാമത് ഇട്ടിട്ടുണ്ട്. അതെ, മീനിന് തീറ്റ കൊടുക്കൽ ഇവിടെ നല്ല രീതിക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് അടിപൊളിയാണ് മീനുകൾക്കൊക്കെ. എല്ലാവരും ഇങ്ങോട്ട് തന്നെ വന്നോ. ഇവിടെ നമ്മൾ സൂപ്പറായിട്ട് അന്നദാനം കൊടുക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഇതില്ലേ ഈ ഫ്രോഗ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാ ചേട്ടൻ്റെ പുതിയ ഫ്രോഗാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, മഞ്ഞ കളറ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എന്താ പറയുക, ഡബിൾ സ്പിന്നറിലില്ലേ ഒരു സ്പിന്നർ ഇത് കണ്ടോ വളച്ച് വെച്ചേക്കണ്. വളച്ച് വെച്ചതാണോ അത് വളഞ്ഞതാണോ? ഗൈസ് ഇത് വളഞ്ഞ മോഡലാണ്. ഇതിൽ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുമെന്നൊക്കെയാ പറഞ്ഞേ. സോ ആളിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ.
കണ്ടോ ഗൈസ്, നല്ല ഭംഗിയുണ്ട്. കണ്ടോ ചുവപ്പ് കളറ് കണ്ണ് കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് ഇത്ര തടി ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് എടുത്ത് നോക്കാട്ടാ. എനിക്ക് എന്തോ സ്ട്രൈക്ക് കിട്ടണ പോലെ തോന്നി, പക്ഷെ ഇവരൊന്നും വിശ്വസിക്കണില്ല. അപ്പൊ ഞാൻ എടുത്ത് നോക്കാന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോ ചിലപ്പോൾ മീൻ അടിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് എനിക്കറിയില്ല. അടിച്ചിട്ട് ഇനിയിപ്പോ തീച്ചുണ്ടോന്നും അറിയില്ല. നമുക്ക് എന്തായാലും എടുത്ത് നോക്കാട്ടോ. കുറച്ച് സമയം ഇട്ടിട്ട് എന്തോ തട്ടി, എന്തിലോ പോയി കുടുങ്ങി. അയ്യോ, ഞാൻ ടൈറ്റ് ആക്കിയിട്ടില്ല. അത് ഇവിടെയൊക്കെ കുടുങ്ങണ്ടെങ്കിൽ നല്ല മരത്തിന്റെ മരം. മീനാണോ? മരം മരം സീനാണോ? അങ്ങനെ പറയല്ലേ. എടുക്ക ഒരു വഴിയില്ല, പൊട്ടിച്ചുള്ളി പോവാ. ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് മേടിച്ച സ്പൈഡർ ഹുക്ക് നമ്മൾ ഇപ്പോഴാണ്, അയ്യോ ഗൈസ്, നമ്മൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ്. ആകെ 10-20 മിനിറ്റ്സ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അത് നമ്മളിപ്പോൾ കളയേണ്ട അവസ്ഥയാണ്. ഇതാണ് ഫിഷിങ്ങിൽ ഏറ്റവും ഞാൻ ഫേസ് ചെയ്യണ ഒരു കാര്യം. എനിക്കിഷ്ടമല്ല ഗൈസ്, ഇങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച സാധനമൊക്കെ 10 മിനിറ്റ്സ് പോലും ആയിട്ടില്ല യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അപ്പോഴേക്കത് പോയി. ഇത് കണ്ടോ, മരത്തിൽ കൊണ്ട് കുടുങ്ങി ഗൈസ്. ഇനി നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമ്മൾ പൊട്ടിച്ച് കളയണം. കാരണം ഇത് എടുക്കാൻ നോക്കി നമ്മുടെ ടൈമേ വേസ്റ്റ് ആവുള്ളൂ. എൻ്റെ ആകെ ഒരു സ്പൈഡർ ഹുക്കേ ഉള്ളൂ. ഇനി സീനാണ് ഗൈസ്. ഇനി എന്ത് ചെയ്യും? നമ്മൾ പൊട്ടിച്ച് കളയാനാണ് വഴിയുള്ളൂ. പൊട്ടിക്കാം. പൊട്ടിക്കട്ടെ. നമ്മൾ പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. വളരെ വളരെ വിഷമമുണ്ട്. എന്നാലും നമ്മൾ ഫിഷിങ്ങിൽ ഇതൊക്കെയാണ് സഹജം ഗൈസ്. അതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ള ഡയലോഗ്. അയ്യോ, എൻ്റെ കയ്യിൽ കുടുങ്ങിയേ. അയ്യോ, ഭയങ്കര ശക്തി. പൊട്ടിച്ച് എന്റെ സ്പൈഡർ ഹുക്ക് പോയി ഗൈസ്. അശ്വിൻ ചേട്ടന് മീൻ അടിച്ചിട്ടാ കുത്തു. അത് കുത്തും. ഗൈസ്, കൂരി കണ്ടോ? കൂരി, ചില്ലാങ്കൂരി. പലതരം കൂരികളിൽ ഒന്നാണ് ചില്ലാങ്കൂരി. കണ്ടോ, ഇത് ഇത്രേ ആവുള്ളൂന്ന്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല വലിയ വയറ് കിട്ടോ. ഇത് കുത്തുന്നതാണ് ഗൈസ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ വരെ തൊട്ടാ മതി. ഈ മീൻ സൗണ്ട് ഉണ്ടാക്കണം, നോക്കിക്കോട്ടാ. ഇതാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. കണ്ടാ സൗണ്ട് ഉണ്ടാക്കണ. ഇത് റിലീസ് ചെയ്യാൻ പോകണം. ശരിക്കും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അലങ്കാരം മത്സരമായിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീനാണ് ഗൈസ്. പക്ഷെ ഇതിന്റെ ഇത് കണ്ടാ, ഇത് കുത്തുവോ? ഇത് മീശ ഗൈസ്, വലിയ മീശ. അവനേക്കാൾ സൈസ് ഉണ്ട് അവന്റെ മീശ. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഗൈസ്, നമ്മള് ഇതിനെ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് കുത്തുന്ന സാധനമാണ്. അയ്യോ, അത് ഭയങ്കര പേടി. ഇത് കുത്തണ മീനാണ് കേട്ടോ. ഇരിക്കണ നോക്ക് എന്റെ കയ്യില്. അയ്യോ, നല്ല ഭംഗിയുണ്ട് ഗൈസ്. നമ്മളിവനെ എടുക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ വലിയ മീനിനാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഇവനെ റിലീസ് ചെയ്യും. ഞാനാണ് കേട്ടോ ഗൈസ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല, കാരണം അവൻ്റെ കൊമ്പ് കണ്ട മേലേക്കാണ്. ഇടട്ടെ ഗൈസ്, ചാവാണ്ടിരുന്നാൽ മതി. കറക്റ്റ് വെള്ളത്തിൽ തന്നെ ഇടാട്ടെ നമുക്ക്. അയ്യോ, ഞാനത് പ്രതീക്ഷിച്ചില്ല. അയ്യോ, പാവുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ. അയ്യോ, ആരും നെഗറ്റീവ് അടിക്കില്ല കേട്ടോ. എൻ്റെ കൈ അങ്ങോട്ട് എത്തിയില്ല. പാവുണ്ട് കേട്ടോ. നമ്മള് സ്പൈഡർ ഹുക്കിലില്ലേ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടാ. കാണണം എത്ര വലിയ മീനാണെന്ന്. ഇതേ ഗൈസ്, ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളത് ഇതുപോലെ അടിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്ര വലിയ മീൻ ഇത്രയും ചെറിയ ഹുക്കിൽ അടിക്കുന്നുണ്ട് അല്ലേ. പാവുണ്ട് കേട്ടോ. അയ്യോ, അതിന്റെ കണ്ണിൽ കൂടെ കയറി. അതല്ല വിഷയം. ഇതേ കണ്ടോ, ഇത്രയും വലിയ തീച്ചിട്ടിട്ട് വലിയ മീനല്ലാണ്ട് കുഞ്ഞു മീനാണ് നമുക്ക് കിട്ടിയത്. നമുക്കിന്ന് നല്ല ഭാഗ്യമുണ്ട് കേട്ടോ, മീൻ കിട്ടി. ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് പോത്തിന് പുല്ല് കൊടുക്കുന്ന ആൾക്കാരെയല്ലോ. പോത്തിനെ പേടിച്ചിട്ട് അവർ തീറ്റ കൊടുക്കണ പോലെ അഭിനയിച്ചിട്ടില്ലേ, അങ്ങോട്ട് ക്രോസ് ചെയ്യാനുള്ള പരിപാടിയാണ്. പക്ഷേ പോത്ത് അങ്ങോട്ടൊക്കെ മാറി. അവൻ കുറച്ച് സീനുള്ള പോത്താട്ടാ. കണ്ടോ, നല്ല തടിയൊക്കെ ഉണ്ട്. രണ്ടാളും നല്ല ധൈര്യത്തിൽ നടന്നുകൊണ്ട്. പക്ഷെ ഇപ്പൊ കാണാം നമ്മൾക്ക് ആരെങ്കിലും ഞാൻ വീഡിയോ എടുക്കുന്നത് അവരിപ്പോൾ കണ്ടുപിടിച്ചു അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്.
ഇപ്പം ആരെങ്കിലും ഒരാൾ വെള്ളത്തിൽ ചാടും. ഒന്നില്ലെങ്കിൽ പോത്തായിരിക്കും, അല്ലെങ്കിൽ ദേ ബാക്കിൽ പോണ 2 ചേട്ടന്മാരായിരിക്കും. നോയിക്കോട്ടാ. ഈ പോത്ത് കാട്ടിൻ്റെ ഉള്ളിൽ പോയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ദേ വരുന്നുണ്ട് അവൻ നല്ല സീന കഴിച്ചു. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴില്ലേ അവൻ കുറച്ച് ഇടങ്ങേറായി നിൽക്കണ്ടായിരുന്നു. ആ പോയി ക്രോസായി പോയി. നമ്മുടെ സ്പൈഡർ ഹുക്ക് പോയി. നമ്മൾക്ക് വേറെ രക്ഷയില്ല. ഇതേ കണ്ടോ, ഞാനിതിങ്ങനെ ഈ 3 നോട്ടൊക്കെ കെട്ടിയിട്ടോ. ഇതേ കണ്ടോ, ഇതൊക്കെ ഞാൻ കെട്ടാൻ പഠിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ഞാൻ ഒറ്റയ്ക്ക് കെട്ടിയതാണ്. ഇത് കുറച്ച് പാളി പോയിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ കോർത്തിട്ട് നമ്മൾക്ക് മഞ്ഞ കുരിയില്ലേ ഗൈസ്, അത് പിടിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് എന്തായാലും ഞാൻ മീൻ കിട്ടിയിട്ടേ വീട്ടിൽ പോവുള്ളൂ, അത് ഉറപ്പാ. ഗൈസ് പുറകിൽ നിന്ന് കുറച്ച് പേര് നമ്മളെ കളിയാക്കുന്നുണ്ട്. അല്ല, നമ്മൾക്ക് മൈൻഡ് ചെയ്യണ്ട, അവര് നോക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് എന്തൊക്കെയോ പറയണ്ട ഗൈസ്, നമ്മൾക്ക് അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മൾക്ക് മീൻ പിടിക്കൽ മാത്രം ലക്ഷ്യം. അമ്മ നല്ല ദൂരെ പോയിട്ടുണ്ട് കേട്ടോ. ഇന്ന് എന്തായാലും ഒരു മഞ്ഞക്കൂരി പിടിച്ചിട്ടേ നമ്മൾ പോവുള്ളൂ. നമ്മൾ കാർപ്പിന് വേണ്ടി ഇവിടെ ഒരു റോഡ് വെച്ചിട്ടുണ്ട്, ദേ അവിടെ ഒന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പൊട്ടിപ്പോയി ഗൈസ്. 2 സ്പൈഡർ ഹുക്ക് പൊട്ടിപ്പോയി. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ബൈച്ചിട്ടിട്ട് എന്തെങ്കിലും മീൻ പിടിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. വൈകുന്നേരം ആയപ്പോഴില്ലേ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ മെയിൻ മീൻ പിടിക്കൽ കാർപ്പൊക്കെയാണ് തോന്നുന്നു കേട്ടോ ഗൈസ്. എയ്റോപ്ലെയിന് പോണ് നോക്ക്, കണ്ടോ, നല്ല അടുത്ത് കൂടെയാണ് കേട്ടോ. റെഡും മറ്റേ മേഘത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയി. ഇപ്പം അവൻ പുറത്ത് വരും കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. എവിടെ? അതേ കണ്ട പോണ്, അതേ കണ്ടോ, കാണുന്നുണ്ടോ? കണ്ടോ അടുത്ത് കൂടെ പോണ് കേട്ടോ, നല്ല അടുത്താ. അവിടെയാണ് ഗൈസ് എയർപോർട്ട്. ആ പാലത്തിൻ്റെ അങ്ങടായിട്ടാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട്. അയ്യോ, ഇവിടെ എന്തൊക്കെയോ ആയി ഗൈസ്. ഞാനൊരു സംഭവം കാണിച്ചു തരട്ടെ. ഇത് നോക്ക്, നമ്മൾ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളാണ് കൊണ്ട് നടക്കുന്നത്. ദേ കണ്ടോ റോഡൊക്കെ കിടക്കണത് നോക്ക്. നമ്മൾ സ്കൂളിലേക്ക് പോലും ഇത്രയും സാധനങ്ങൾ ദേ അവിടെ ഒരു റോഡ്. സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകില്ല. ഇതിപ്പോൾ കുറച്ചെങ്കിലും അടുക്കി പറിച്ച് നമ്മൾ ദേ ഡപ്പിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത സ്പോട്ടിൽ പോവുകയാണേ. ഇന്നത്തെ ഫിഷിങ്ങിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 35-40 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ 1 മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് ഫിഷിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഫിഷിങ്ങിൽ നമ്മൾക്ക് നഷ്ടമായത് 3 സ്പൈഡർ ഹുക്ക്, പിന്നെ നഷ്ടമായത് കുറേ കൊളുത്ത്. ശരി, അത് കുഴപ്പമില്ല. പിന്നെ കുറേ ഗൈസ്, എനിക്ക് സത്യം പറഞ്ഞാൽ തീറ്റ മറന്നു. അപ്പോൾ തീറ്റ ഓർമ്മിക്കാൻ വേണ്ടി അവിടെ ആള് പാത്രത്തിൽ കൊട്ടിയിട്ട് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു തീറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് കുറേ തീറ്റ പോയിന്ന്. അതല്ലാതെ വേറെ ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല. ഒരു ഉപകാരം കൂടി ഉണ്ട്. ഇനി നമ്മൾക്ക് ഇവിടുന്ന് കുളിക്കണം എന്നും കൂടിയാണ് ആ ആശാൻ പറയുന്നത്. ദേ അവനെ കണ്ടോ അവിടെ ഇരിക്കണത്, അതാണ് ഗൈസ്. ഇവിടെ അവൻ്റെ നോട്ടും പാവൊന്നും ശരിയില്ല കേട്ടോ. ഇപ്പം സമയം 4 മണി ആയിട്ടുണ്ട്. നമ്മൾ നോക്കാം നമ്മളിപ്പോൾ കുളിക്കേണ്ടി വരുമോ, ഓടേണ്ടി വരുമോ, ചാടേണ്ടി വരുമോ എന്നൊക്കെ. ദേ അവൻ പോണ് നോക്ക്, അവൻ നോക്കണ നോക്ക്. എന്നാ ഞാൻ പോട്ടെ. ഗ്യാപ്പിട്ട് പോയാൽ മതി. പയ്യെ പൊക്കോ. അവിടെ നോക്കിക്കോട്ടെ, സൈഡിലോട്ട് പോ. രക്ഷപ്പെട്ട് ഓടിക്കോ, നിങ്ങളെ കൂട് പോവോ. ഓടണ്ട, ഇവിടെ ഒരുത്തം കൂടി നിക്കണ്ടത് അവിടെ. അയ്യോ ഗായ്സ്, ഇവിടെയൊക്കെ നല്ല സൈസ് പാമ്പുകളുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് വരുന്നത്. ഇത് ഇവിടെ അടിപൊളി ബോട്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് നോക്ക്, നമ്മളെ കണ്ടത് അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അക്കുവിനെയാണ്. അമ്മ കയ്യിൽ കൂടെ, ഇത് മുള്ളിന്റെ ചെടിയാണ് കേട്ടോ. കയ്യിൽ ഫുള്ള് മുള്ളു കയറി. ദേ അവന്റെ കയറ് കണ്ടോ അവിടെ കെട്ടിയിട്ടിരിക്കണം. അതുകൊണ്ട് അവനക്ക് ഇങ്ങോട്ട് ഓടിയൊക്കെ വരാൻ പറ്റും. അയ്യോ ഗൈസ്, അപ്പൊ ഇന്നത്തെ ഫിഷിങ് നമ്മള് നല്ല രീതിക്ക് മൂഞ്ചൽ എന്ന് തന്നെ പറയാം. സങ്കടമുണ്ട് ഗൈസ്, ഇന്ന് നമുക്ക് മീനൊന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഇപ്പൊ ചില്ലാങ്കൂരി അത് കിട്ടി ഗൈസ്. അതൊരു വലിയ വമ്പ് മീനായിരുന്നു. നമുക്ക് പരല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അയ്യോ, ഇനി ഇപ്പൊ നമ്മൾ പോണത് ഒരു വരാലിന്റെ സ്പോട്ടിൽ കാണും കേട്ടോ. ഇപ്പൊ കുറച്ച് പ്രതീക്ഷയുണ്ട്, കാരണം വൈകുന്നേരം ആയിട്ടുണ്ട്,
സോ നമ്മൾ വരാനുള്ള സ്പോട്ടിലേക്ക് പോകാം. ഇത് നമ്മുടെ വണ്ടികളൊക്കെ നമ്മൾ ഇവിടെയാണ് കേട്ടോ പാർക്ക് ചെയ്തേക്കണേ. ഗൈസ് വാഹ പിടിക്കാൻ വേണ്ടിയിട്ട് കണ്ടാ നമ്മൾ റിസ്ക് എടുക്കണത് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകണത്. ഇവിടെ 2 ചേട്ടന്മാർ പോകുന്നുണ്ട്, വഴിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മള് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവരാണ്. ഗൈസ് 2 കൂടി ഒറ്റയ്ക്ക് വഴി വന്നിട്ട് എന്തുട്ടാ കുരുത്തിയൊക്കെ ഉണ്ട് ഗൈസ്. കുരുത്തി അറിയില്ല? ട്രാപ്പ്, ഫിഷ് ട്രാപ്പ്. സോ ഗൈസ് നമ്മള് വാഹ പിടിക്കാൻ വന്നിരിക്കണ്. അടിപൊളി സ്പോട്ടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. വാഹയാണോ? അതെ ഗൈസ് നോക്ക്, ഇത്രയും കഠിനമായിട്ടുള്ള വഴിയിലൂടെ നമ്മൾ വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം മീൻ കിട്ടുമെന്ന്. ഗൈസ് ഇത് വാഹിന്റെ മെയിൻ സ്പോട്ടാണ്. ഒരു രക്ഷയില്ലാത്ത ആക്ടിവിറ്റി, ഒരു രക്ഷയില്ല. കാരണം ഇത് നോക്ക്, ആ അറ്റത്തില്ലേ അവിടെയാണ് ഗൈസ് ഫുള്ള് മീൻ. ഇതിങ്ങനെ ചാടുകയാണ്, മീനല്ല ഇങ്ങനെ ചാടുകയാണ് കേട്ടോ. ഷോ അടിപൊളി സ്ഥലം ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവിടെ ഒരു ഇത് കണ്ടോ, അവിടെ ഒരു ഇത് കണ്ടോ, മീന് ചാടിയിട്ട് രക്ഷയില്ല. രക്ഷയില്ല. അവിടെ കടന്ന് മറിയണ നോക്ക്, നിങ്ങൾ തന്നെ നോക്കിക്കോട്ടാ. അവിടെ കണ്ട ഇത്ര വലിയ ഓളുണ്ടാക്കണമെങ്കിൽ അപ്പോൾ അവന്മാർ എത്ര വലിയ മീനൊന്നും ആലോചിക്കും. സ്പോട്ടിക്ക് വീണ്ടും വരുന്നതായിരിക്കും. കാരണം എനിക്ക് ഇന്ന് സമയമില്ല ഗൈസ്. കാരണം ഇപ്പോൾ മഴ വരണ പോലെ ഉണ്ട്. പിന്നെ നമ്മൾക്ക് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു 30-40 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ സമയം 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ പോകാൻ പിന്നെ ഫോണിൽ ചാർജില്ല ഗൈസ്. കണ്ട ഇപ്പൊ കണ്ടില്ലേ നിങ്ങള്? ഇവിടെ അവിടെ ഇനിയും കാണിച്ചു തരാം. ഇനി കുറേ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രക്കും ആക്ടിവിറ്റി കാണുന്നത് കേട്ടോ. ഗായ്സ് ഇന്നത്തെ നമ്മുടെ ഫിഷിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ വാഹ പിടിക്കാനേ വന്ന് ഒരു രക്ഷയില്ലാത്ത ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ. ഇവിടെ കുറേ മറ്റേ ജാതിക്ക മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് എന്ത് മീൻ കിട്ടിയെന്ന്. ഇന്ന് മീനൊന്നും കിട്ടിയില്ല ഗൈസ്. അതിനെക്കുറിച്ച് നമ്മൾക്ക് നമ്മുടെ കൂടെയുള്ള 2 ചേട്ടന്മാരോട് ചോദിക്കാം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇതൊക്കെ ശീലമല്ലേ, എക്സ്പീരിയൻസ് അല്ലേ. മീൻ കിട്ടിയില്ല എന്ന് കമന്റ് വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അത് സമയം എപ്പോഴും മീൻ കിട്ടണമെന്നില്ല നമുക്ക് ഗൈസ്. അതാണ് ഗൈസ്, നമ്മൾക്ക് എപ്പോഴും മീൻ കിട്ടണമെന്നില്ല. ആൾക്ക് ക്യാമറേന്റെ മുന്നിൽ ഒരു ഭയങ്കര എന്നാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ഇത്രയും നേരം ശ്രമിച്ചു, എന്നിട്ടും കിട്ടിയില്ല. നമ്മുടെ കുറ്റമല്ല, നമ്മൾ ഒട്ടും ശ്രമിച്ചില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത്രയ്ക്കും ശ്രമിച്ചിട്ട് കിട്ടാത്തതിന് നമ്മൾ എന്ത് ചെയ്യാനാ ഗൈസ്? ഏതൊക്കെയോ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഇതേ നോക്കി, ഈ സൈഡ് കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറേ പാമ്പൊക്കെ ഉണ്ടാവും ഗൈസ്. ഇവിടെ വലിയൊരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. മീനുണ്ടോ? മീനില്ലേ ഗൈസ്? ഇതിൽ നല്ല എക്കോ ഉണ്ട്, കണ്ടോ? ഹലോ ഗൈസ്, കണ്ടോ? എക്കോ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. മീനൊന്നും കിട്ടിയില്ല ഗൈസ്. പക്ഷേ നമ്മൾ ഉടനെ തന്നെ ഈ ഒരു സ്പോട്ടിൽ വരുന്നതായിരിക്കും. കാരണം ഒരു രക്ഷയില്ലാത്ത ആക്ടിവിറ്റി ആയതുകൊണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.